ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ലൊരു അടിപൊളി ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഈ ഒരു ദോശ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇത് നമുക്ക് തലേ ദിവസം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ചോറാണ്. ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. 1 കപ്പ് ചോറ്. ഇനി ആ ഒരു സെയിം കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ആ ഒരു സെയിം കപ്പിൽ 1 കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് ചോറ്, ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളത് അരച്ചെടുക്കുന്ന സമയത്ത് മാവ് മിക്സിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ദോശേൻ്റെ മാവ് ഇതാ അവിടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ദോശമാവിൻ്റെ ആ ഒരു തിക്നെസ് തന്നെയാണ് ഈ ഒരു മാവിനും വേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് അല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ഒരു 1/4 ടേബിൾ സ്പൂൺ മതി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് സമയം എന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മളെ ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത്രയും സമയം മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതാ നമ്മുടെ ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് വേണ്ടത് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയാണ്. അതൊന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു സവാള വേണം, അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളത് അരച്ചെടുക്കുന്നതാണല്ലോ. പിന്നെ സവാളയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി അത് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് 2 തക്കാളി വേണം. അപ്പോൾ അതാ 2 തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇടയ്ക്കത് ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അത് നല്ല പോലെ തക്കാളി നല്ല പോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ അവിടെ തക്കാളിയൊക്കെ നല്ല പോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളെ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷമാണ് ഇത് നമ്മളൊന്ന് അരച്ചെടുക്കുന്നത്. നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഈ ഒരു ചട്നി നമുക്ക് ഏത് ദോശയുടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അത് ആ കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ആ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എത്ര തിക്നെസ്സിലാണോ ഇത് വേണ്ടത് ആ ഒരു തിക്നെസ്സിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്.
ഞാനിവിടെ നല്ല പോലെ ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും പൊതുവെ അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അതിലേക്ക് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിതാ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്കത് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ കുക്ക് ചെയ്താൽ മതി. ഞാനിവിടെ നല്ല പോലെ ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ദോശയിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചമ്മന്തി. ഈ ദോശയിലേക്ക് മാത്രമല്ല ഏത് ദോശയിലേക്കും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചമ്മന്തി. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മളെ ചമ്മന്തി ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതാ അതിവിടെ ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ഇനി ഇതാ ദോശ ചുട്ടെടുക്കാം. ദോശമാവ് ഇതാ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സാധാരണ ദോശ ചുടുന്നത് പോലെ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ദോശമാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശ. നല്ല മൊരിഞ്ഞ് കിട്ടും ഈ ഒരു ദോശ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. നമുക്കതിൽ വേണമെങ്കിൽ നെയ്യോ ഓയിലോ എന്താ നിങ്ങൾക്ക് ഇഷ്ടം അത് ഒന്ന് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ. അതിൻ്റെ കൂടെ ആ ചട്നിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാം. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ് ഈ ഒരു ദോശ. അപ്പോൾ അതാ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടെ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ തലേ ദിവസം അരി വെള്ളത്തിലിടാൻ മറന്നാലോ അതുപോലെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ മറന്നാലോ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ രാവിലെ വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കത് അപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമ്മളെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.